വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കുമോ? BJP ക്യാമ്പിലെ നല്ലൊരു വിഭാഗം പേരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന്, അതായത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് BJPക്ക് ഒരംഗത്തെ അയക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന BJP അണികളുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? നമുക്കറിയാം, BJPയുടെ ഏറ്റവും സമുന്നതയായ ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്, BJPയുടെ കോർ കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. ശോഭാ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് മത്സര ചരിത്രം പരിശോധിക്കുമ്പോൾ 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് അവർ കാഴ്ചവെച്ച ഒരു പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ 15% വോട്ടുകൾ സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. അതായത് സംസ്ഥാനത്ത് തന്നെ BJPക്ക് ലഭിച്ച വോട്ട് ഷെയറിൽ 4ാം സ്ഥാനം ശോഭാ സുരേന്ദ്രന് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ രാജഗോപാൽ രാജേട്ടൻ, അതുപോലെ കെ സുരേന്ദ്രൻ, കാസർഗോഡ് കെ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ MD രമേശ്, ഈ 3 സ്ഥാനാർത്ഥികൾക്ക് ശേഷം 4ാം സ്ഥാനത്തേക്ക് വോട്ട് ഷെയറിൽ 1,36,000 വോട്ടുകൾ, അതായത് 15% വോട്ടുകൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 2016 എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. 2011 22,000 വോട്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 22,000 വോട്ടുകളിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ 40,076 വോട്ടുകളാണ് അവിടെ സമാഹരിച്ചത്. 2011 ഉദയഭാസ്കർ ആയിരുന്നു അവിടെ മത്സരിച്ചത്. ഉദയഭാസ്കർ നേടിയ 22,000 നിന്ന് 40,000 വോട്ടുകളാക്കി ആ വോട്ട് ഷെയർ മാറ്റുക മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ചെയ്തത്, പാലക്കാട് മണ്ഡലത്തിലെ ആ അതിവാശിയേറിയ പോരാട്ടത്തിൽ, അഭിമാന പോരാട്ടത്തിൽ BJPയെ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 2016 നിന്ന് 2019 വന്നപ്പോൾ 2019 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ വോട്ട് ഷെയറിൽ വലിയ വർധനവ്, 1.5 ഇരട്ടി വോട്ട് ഷെയറാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത്. ഏതാണ്ട് 92,000 വോട്ടിൽ നിന്ന് 2,48,000 വോട്ടിലേക്ക് BJPയുടെ വോട്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തി. അവിടെ നിന്ന് 2021 എത്തിയപ്പോൾ കഴക്കൂട്ടത്താണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ SS ലാലിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അവിടെയും വ്യക്തമായ ഒരു വോട്ട് ഷെയർ കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 40,000 വോട്ടുകൾ അവിടെ ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചു. 2021 നിന്ന് 2024 എത്തുമ്പോഴാണ് ഏറ്റവും മികച്ച പ്രകടനം, ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും മികച്ച പ്രകടനം നമ്മൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കാണുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉയർത്തിയ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. ശോഭാ സുരേന്ദ്രനാണ് ആ നേതാവ്. 17.5 അല്ലെങ്കിൽ 17.4% ഡോക്ടർ KS രാധാകൃഷ്ണൻ 2019 നേടിയ വോട്ട് ഷെയർ എങ്കിൽ അവിടെ 28%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പോരാട്ടം കാഴ്ചവെച്ചത്. 3 ലക്ഷത്തോളം വോട്ടുകളാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത്. കൃത്യമായി പറഞ്ഞാൽ 2,99,648 വോട്ടുകൾ. അവിടെ തന്നെ 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഹരിപ്പാടും കായംകുളത്തും വോട്ട് ഷെയറിൽ 2ാം സ്ഥാനം നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. KC വേണുഗോപാലുമായി ഒപ്പത്തിനൊപ്പം എത്താൻ, അതായത് 2,000-ൽ താഴെ വോട്ടുകളിലേക്ക് KC വേണുഗോപാൽ ഈ 2 ഇടങ്ങളിൽ KC വേണുഗോപാലിന്റെ ഭൂരിപക്ഷം എത്തുന്നു. ഈ 2 ഇടങ്ങളിൽ മാരിഫിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ശോഭാ സുരേന്ദ്രന് കഴിയുന്നു എന്നിടത്താണ് ശോഭാ സുരേന്ദ്രന്റെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ആ പ്രകടനത്തിന്റെ ആ തെളിച്ചം, അല്ലെങ്കിൽ അത്രത്തോളം ജ്വലിക്കുന്നൊരു പ്രകടനമായി ശോഭാ സുരേന്ദ്രന്റെ പ്രകടനം മാറുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകടനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഒരു തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രന് ഇത്തവണ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞ തവണ മെട്രോമാനും ഷാഫിയും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 4,000-ൽ താഴെ വോട്ടുകളായിരുന്നു. ഈ വോട്ട് ഷെയർ മറികടക്കാൻ, ഈ വോട്ട് ഷെയർ നിലനിർത്താനെങ്കിലും ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നും അതുവഴി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കും എന്ന് BJPയുടെ നല്ലൊരു വിഭാഗം അണികൾ വിശ്വസിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. കാരണം K സുരേന്ദ്രന്റെ പേരും അതുപോലെ സന്ദീപ് വാര്യരുടെ പേരും C കൃഷ്ണകുമാറിന്റെ പേരുമൊക്കെ ഉയർന്ന് കേൾക്കുമ്പോഴും ശോഭാ സുരേന്ദ്രന്റെ പേരിന് പ്രാമുഖ്യം കൂടുന്നു, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന
ആവശ്യം മുറവിളി BJP ക്യാമ്പിൽ നിന്ന് തന്നെ ഉയരുന്നതിന്റെ കാരണം ശോഭാ സുരേന്ദ്രന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ്. അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പാലക്കാട് നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് BJPക്ക് ഒരംഗത്തെ എത്തിക്കാൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്നുള്ള BJP സ്ഥാനാർത്ഥിയാകുമോ എന്നൊക്കെ അറിയാൻ കാര്യങ്ങൾ വ്യക്തമാകാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും.